എല്ലാവർക്കും നമസ്കാരം. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നതിലൊന്നായ തീരദേശത്തൂടെയുള്ള ഒരു സഫലം യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കാണ് ഈ യാത്ര. എല്ലാവരും കൂടെ പോരുമല്ലേ? ജീവിതം മാറ്റിയത് സാഫാണ്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ട കാലമുണ്ടായിരുന്നു. ഭർത്താവ് കടലിൽ പോയാൽ വല്ലപ്പോഴുമാണ് മീൻ കിട്ടുക. സാഫിന്റെ സഹായത്തോടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ ശേഷമാണ് ജീവിക്കാൻ തുടങ്ങിയത്. കടലോളം ആത്മവിശ്വാസമുള്ള ഒരു സംരംഭകയായ വീട്ടമ്മയുടെ വാക്കുകളാണിത്. കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കെല്ലാം കടലാണ്. കടലും തീരപ്രദേശവും ഇവർക്കിന്ന് എല്ലാമാണ്. കടല് കനിഞ്ഞാൽ മാത്രമാണ് മീൻ കിട്ടുക. കടലൊന്ന് കലിതുള്ളിയാൽ അടുപ്പ് പുകയാൻ ദിവസങ്ങളോളം കാത്തിരുന്ന നിരവധി കുടുംബങ്ങളെയാണ് സാഫ് കൈപിടിച്ചുയർത്തിയത്. അതൊന്നോ രണ്ടോ കുടുംബങ്ങളെയല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 10,000-ലധികം മത്സ്യത്തൊഴിലാളി വനിതകൾ 3,500-ലധികം ചെറുകിട തൊഴിൽ സംരംഭങ്ങളിലായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക നില ഉയർത്തുക വഴി പ്രാദേശിക തലത്തിലുള്ള വികസനത്തിന് വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന് കീഴിൽ രൂപീകരിച്ച ഒരു ഏജൻസിയാണ് സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർവുമൺ അഥവാ സാഫ്. 2004-ലെ സുനാമിക്ക് ശേഷം രൂപീകരിച്ച ഈ ഏജൻസി തീരമൈത്രി പദ്ധതിയിലൂടെ സൂക്ഷ്മ സംരംഭങ്ങളാണ് തീരപ്രദേശങ്ങളിൽ നടപ്പിലാക്കി വരുന്നത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി അധ്യക്ഷനായ ഭരണസമിതിയാണ് സാഫിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ആലുവ കിഴക്കേ കടുങ്ങല്ലൂരുള്ള ഫിഷറീസ് വകുപ്പിന്റെ ക്യാമ്പസിലാണ് സാഫിന്റെ ആസ്ഥാനം. ഫിഷറീസ് വകുപ്പിലെ ഒരു ജോയിന്റ് ഡയറക്ടറാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ദിവസേനയുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. 14 ജില്ലകളിൽ നോഡൽ ഓഫീസർമാർ പ്രവർത്തിക്കുന്നു. ജില്ലാതലത്തിൽ നോഡൽ ഓഫീസറും അസിസ്റ്റന്റ് നോഡൽ ഓഫീസറും പദ്ധതി നിർവഹണം നടത്തുന്നു. നോഡൽ ഓഫീസർമാർ, മിഷൻ കോർഡിനേറ്റർമാർ, ഫെസിലേറ്റർമാർ തുടങ്ങിയവരുടെ വലിയൊരു മോണിറ്ററിംഗ് സെല്ല് തന്നെയാണ് കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്നത്. തദ്ദേശ ഭരണതലത്തിൽ സാഫിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനായി തീരമൈത്രി മാനേജ്മെന്റ് കൗൺസിലുകളുമുണ്ട്. 2005 ഒരു ചെറിയ വനിതാ ബാങ്ക് എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ച സാഫ് ഇന്ന് 10,000-ലധികം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഫിഷറീസ് വകുപ്പിന് കീഴിലെ മുൻനിര ഏജൻസിയായി വളർന്നിരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഉണക്ക മത്സ്യ വിപണിയിലെ നമ്മുടെ 6 ബ്രാൻഡുകൾക്ക് പിന്നാലെ സാഫ് അപ്പാരൽ എന്ന പേരിൽ തുണിത്തരങ്ങളുടെ സ്വന്തം ബ്രാൻഡും വിപണിയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ വികസനവും അവരുടെ ജീവനോപാധിയും ലക്ഷ്യമിട്ട് ആരംഭിച്ച ഒരു സർക്കാർ സ്ഥാപനമാണ് സൊസൈറ്റി ഫോർ അസിസ്റ്റൻറ്റ് ടു ഫിഷർ വുമൺ സാഫ്. ഇത് മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിനായി നിലകൊള്ളുന്ന മത്സ്യവകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. വനിതകൾക്ക് വേണ്ടുന്ന ജീവനോപാധി പദ്ധതികൾ നൽകുക, അവർക്ക് വേണ്ടുന്ന നൈപുണ്യ വികസനം നൽകുക, അതേപോലെ തന്നെ അവരുടെ സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഏജൻസി നാളിതുവരെ പ്രവർത്തിച്ചു വരുന്നത്. സാഫ് ആക്ടിവിറ്റി ഗ്രൂപ്പുകളുടെ സുസ്ഥിര നിലനിൽപ്പിനായി പ്രവർത്തിക്കുന്ന അപ്പെക്സ് ഫെഡറേഷന് കീഴിൽ 5 കാറ്റഗറി ഫെഡറേഷനുകൾ പ്രവർത്തിക്കുന്നു. ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ്, ഫിഷ് ആൻഡ് ഫിഷ് പ്രോസസിംഗ്, കക്ക സംസ്കരണം, ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് കാറ്റഗറി, ഫുഡ് ആൻഡ് ഫുഡ് പ്രോസസിംഗ്, സൂപ്പർ മാർക്കറ്റ് ആൻഡ് പ്രൊവിഷണൽ സ്റ്റോർ, സർവീസസ് ആൻഡ് അതേഴ്സ് എന്നീ കാറ്റഗറി ഫെഡറേഷനുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് പ്രവർത്തിക്കുന്നത്. തീരമൈത്രി എന്നുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം സാഫിൻ്റെ കീഴിൽ ആരംഭിക്കുകയും ചെയ്തു. അത് തീരദേശത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ തീരമൈത്രി പ്രോഗ്രാം രൂപീകൃതമായിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് വേണ്ടുന്ന
സഹായങ്ങളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ തൊഴിൽ മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും മത്സ്യത്തൊഴിലാളികളെ ചേർത്തുകൊണ്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കുകയും ആ ഗ്രൂപ്പുകൾ വഴി അവർക്ക് മൈക്രോ സംരംഭങ്ങൾ ആരംഭിക്കുകയും ആണ് ആദ്യഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. 2025 ഡിസംബറിലെ കണക്ക് പ്രകാരം സാഫിന്റെ ഭാഗമായി 1862 സൂക്ഷ്മ സംരംഭങ്ങളിലായി 5400 വനിതാ സംരംഭകരുണ്ട്. 1110 ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളിലായി 5550 സ്ത്രീകൾ മത്സ്യവിപണനം, പീലിംഗ് ജോലികൾക്കായി പലിശരഹിത വായ്പ എടുത്തു പ്രവർത്തിക്കുന്നു. 225 മത്സ്യത്തൊഴിലാളി വനിതകളെ ഉൾപ്പെടുത്തി 9 തീരദേശ ജില്ലകളിലായി 45 തീരമൈത്രി സീഫുഡ് റെസ്റ്റോറന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തീരമൈത്രി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസനം, തീരമാവേലി പദ്ധതി, സ്നേഹതീരം പദ്ധതി എന്നിവ നടപ്പിലാക്കുന്നുണ്ട്. 48 മത്സ്യത്തൊഴിലാളി വനിതകൾക്കായി 12 തയ്യൽ യൂണിറ്റുകൾ ഉൾപ്പെട്ട അപ്പാരൽ പാർക്ക് പ്രവർത്തിക്കുന്നു. മത്സ്യം വിൽക്കുന്ന 100ഓളം വനിതകൾക്കായി ഫിഷറീസ് വകുപ്പും സ്വിഫ്റ്റും ചേർന്ന് ഹൈജീനിക് റെഫ്രിജറേറ്റഡ് മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കുകൾ നൽകിയിട്ടുണ്ട്. പ്രാദേശിക വിപണി കണ്ടെത്തുന്നതിനായി ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗും സാഫ് ചെയ്യുന്നുണ്ട്. സംരംഭകരുടെ കാര്യശേഷിയും നൈപുണ്യവും വികസിപ്പിക്കാനുള്ള പരിശീലനങ്ങൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരിശീലനം, തീര നൈപുണ്യ പദ്ധതി, മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവ സാഫ് ചെയ്യുന്നുണ്ട്. കൊള്ളപ്പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് നമ്മുടെ സഹോദരിമാരെ മോചിപ്പിക്കാനും അവർക്ക് സ്വന്തമായി സുസ്ഥിരമായ തൊഴിലും വരുമാനം ഉറപ്പാക്കാനും സാഫിന്റെ ഇടപെടലിലൂടെ സാധിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമായി ഞാൻ കാണുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 150 കോടിയിലധികം രൂപയുടെ വിറ്റുവരവ് നേടാൻ സാഫിന് കീഴിലെ ചെറുകിട സംരംഭങ്ങൾ കഴിഞ്ഞു എന്നത് നമ്മുടെ തീരദേശ സ്ത്രീകളുടെ സംരംഭത്വ മികവിന്റെ തെളിവാണ്. ഗാർമെന്റ് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർവീസ് കാറ്റഗറി, ബ്യൂട്ടി പാർലർ, IT കിയോസ്കുകൾ, അങ്ങനെയുള്ള ട്യൂഷൻ സെൻ്ററുകൾ, അങ്ങനെയുള്ള സംരംഭങ്ങളും വിവിധ സംരംഭങ്ങളായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിനെല്ലാം രൂപീകരിച്ചുകൊണ്ട് ഒരു അപ്പെക്സ് ഫെഡറേഷൻ നിലവിലുണ്ട്. ഇതിൻ്റെ ഈ കാറ്റഗറി 5 കാറ്റഗറിയിൽ, ഈ വിവിധ കാറ്റഗറിയിലുള്ള 5 യൂണിറ്റുകളെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അതിനൊരു അപ്പെക്സ് ഫെഡറേഷനും എറണാകുളം ജില്ലയിൽ ഞാറക്കൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഉപരി മത്സ്യത്തൊഴിലാളി വനിതകൾ, അതായത് മത്സ്യ കച്ചവടം നടത്തുന്ന, അതായത് പീലിംഗ് തൊഴിലും ഏർപ്പെട്ടിരിക്കുന്ന മത്സ്യ വനിതകളെ ചേർത്തുകൊണ്ട് ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളും 5 പേരടങ്ങുന്ന ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളും സാഫിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായി നടക്കുന്ന വ്യാപാരമേളകളിൽ സാഫ് അംഗങ്ങളും ഇവരുടെ ഉൽപ്പന്നങ്ങളും ഏറെ ശ്രദ്ധ നേടിയ ഒന്നാണ്. രാജ്യാന്തര മേളകളിലെ രുചി വൈവിധ്യങ്ങളുമായി സാഫിന്റെ നേതൃത്വത്തിലുള്ള യൂണിറ്റ് അംഗങ്ങൾ ഒന്നാമതെത്തിയിട്ടുണ്ട്. മത്സ്യമേഖലയിലെ സ്ത്രീ സംരംഭക മാതൃക അടുത്തറിയാൻ അമേരിക്കയിൽ നിന്നും വിദ്യാർത്ഥികൾ എത്തിയപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നതായിരുന്നു പിന്നീടുള്ള ഇവരുടെ വളർച്ച. സംരംഭങ്ങൾ തുടങ്ങാനായി സാഫിനെ തേടിയെത്തുന്നവരുടെ മുന്നിലേക്ക് തുറന്നിടുന്ന വാതിലുകൾ ചെറുതൊന്നുമല്ല. പ്രൊജക്ട് സംരംഭമായി തുടങ്ങുന്നതിന് മാത്രമല്ല സാഫ് ഒപ്പം നിൽക്കുന്നത്. സാമ്പത്തികമായും സാങ്കേതികമായും തീരദേശ സ്ത്രീകൾക്കൊപ്പം സാഫ് എന്നും എപ്പോഴുമുണ്ട്. തുടങ്ങാൻ പോകുന്ന സംരംഭങ്ങളുടെ മാനേജ്മെന്റ് പരിശീലന ക്ലാസുകൾ നൽകുന്നതാണ് മറ്റൊരു പ്രധാന സവിശേഷത. സാഫിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായി 2014 ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന സ്ഥാപനം മുഖേന ബെനിഫിറ്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ പഠനം നടത്തിയിരുന്നു. 2016-2019 വർഷങ്ങളിൽ സെൻട്രൽ മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബെനിഫിറ്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ നടത്തിയത്. 2019 റിപ്പോർട്ട് പ്രകാരം ഈ പദ്ധതിയിൽ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളി വനിതകളിൽ 30.7% ഗുണഭോക്താക്കൾ സാമ്പത്തികമായി ഉയർച്ച കൈവരിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ നിയമപരമായ കാര്യങ്ങളിൽ 21.81%, രാഷ്ട്രീയ കാര്യങ്ങളിൽ 20.18%, സാമൂഹിക കാര്യങ്ങളിൽ 14.91% വളർച്ച കൈവരിച്ചതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അടിക്കടി ഉണ്ടാകുന്ന കടൽക്ഷോഭം, സുനാമി, ഓഖി, പ്രളയം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും കോവിഡ് മഹാമാരിയും തളർത്തിയ മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ വനിതകൾ സാഫിന്റെ പദ്ധതിയുടെ ഭാഗമായതോടെ മാനസികമായിട്ടുള്ള അതിജീവന ശേഷി നല്ല നിലയിൽ കൈവരിച്ചിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കോവിഡ് മഹാമാരി മൂലം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംരംഭങ്ങൾ പലതും നിലച്ചു പോകുമെന്ന അവസ്ഥയിൽ മാസ്ക്, സാനിറ്റൈസർ, PP കിറ്റ്, ക്ലീനിംഗ് ലോഷൻ എന്നിവ നിർമ്മിച്ചുകൊണ്ടും കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തിക്കൊണ്ടും സാമൂഹികമായ നിരവധി ഇടപെടലുകൾ സാഫ് സംരംഭകർ നടത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് 63.75 കോടി രൂപയായിരുന്നു സാഫ് യൂണിറ്റുകൾ
ബോട്ടുകളുടെ വാർഷിക വിറ്റുവരവ്. 2025 ആയപ്പോഴേക്കും അത് 150 കോടി രൂപയിൽ എത്തി നിൽക്കുന്നത് തന്നെ സാഫിന്റെ പ്രവർത്തന മികവിന്റെ ഫലമാണെന്ന് നിസ്സംശയം പറയാനാകും. പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്ന നൂറുകണക്കിന് വനിതകളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷത്തിരയുമായി സാഫ് എത്തിയപ്പോൾ സാഫിലൂടെ ജീവിതം സേഫാക്കിയ വനിതകൾ നിരവധിയാണ്. രുചിക്കൂട്ടിൻ പെരുമയിൽ തീരമൈത്രി സംരംഭങ്ങളിലൂടെ നാട് മുഴുവനും ഇവർ വിജയഗാഥ പറഞ്ഞു തുടങ്ങി. പെൺകരുത്തിൽ പെടക്കണ മീൻ കച്ചവടവും ചെയ്ത് കുടമ്പുളിക്കൂട്ടിലെ രുചിഗാഥ നാട്ടിലെ മുഴുവൻ നാവുകളിലും ഇവർ എത്തിച്ചു കഴിഞ്ഞു. ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ സംരംഭങ്ങളിലൂടെയും ഒപ്പം നിന്ന് തീരദേശത്തൂടെ അവർ യാത്ര ചെയ്യുകയാണ്. സാഫിൽ സേഫാണെന്നുള്ള വിജയപുഞ്ചിരികളുമായി സാഫിന്റെ തീരദേശത്തൂടെ ഇവർ നടന്നും ഓടിയും എത്തിയത് സാമ്പത്തിക സാമൂഹിക സുരക്ഷിതത്വമുള്ള അടച്ചുറപ്പുള്ള മുറികളിലേക്കാണ്. വിജയതീരം തൊട്ട സാറയെ പോലുള്ള ആയിരക്കണക്കിന് കടലിന്റെ പെണ്ണുങ്ങൾ സാഫിന്റെ 20 വർഷത്തെ പ്രവർത്തന അനുഭവങ്ങളിലൂടെ നമുക്ക് മാതൃകയാവുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാനും നിങ്ങളും കണ്ട കാഴ്ചകൾ എല്ലാം ഒരിടത്തേക്കാണ് എത്തുന്നത്. ആ വഴി ഒരു വലിയ പെൺകരുത്തിന്റെ കൂട്ടായ്മയിലേക്കായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സാഫിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെയുള്ള കൂട്ടായ സംരംഭങ്ങൾ തീരദേശങ്ങളിൽ ആരംഭിച്ചത്. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ എത്രയോ കാലങ്ങൾക്ക് മുന്നേ ആരംഭിച്ചതാണ് ഈ യൂണിറ്റുകൾ. ഇന്ന് വലിയൊരു അടയാളപ്പെടുത്തലുകളാണ് ഈ യൂണിറ്റുകളിലൂടെ എല്ലാം കാണുവാൻ കഴിയുന്നത്. ഈ കണ്ടതിനപ്പുറം ഒരുപാട് യൂണിറ്റുകൾ നമ്മുടെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലുണ്ട്. അതിനെയെല്ലാം തൊട്ടടുത്ത നിമിഷങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് വിശദമായി കൂടുതൽ വിവരങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.